നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ശബരിമലയിൽ ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ. മകളുടെ വിവാഹ ദിവസം വാഴൂർ ഇളമ്പള്ളി കവലയിൽ വാഹനാപകടത്തിൽ മരിച്ച അധ്യാപികയ്ക്ക് കണ്ണീരോടെ വിട. മൃതദേഹം കബറടക്കി. മരിച്ചത് പാണപിലാവ് സ്കൂളിലെ പ്രധാന അധ്യാപിക ഷീനാസ് ഷംസുദ്ദീൻ. ഭക്തിയിൽ നിറഞ്ഞ പൊൻകുന്നം പട്ടണം. പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ശ്രവിച്ച് ഭക്തർ. ശ്രേഷ്ഠമായ രുക്മിണി സ്വയംവരം ചൊവ്വാഴ്ച. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരിക്കുകയില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകർ എത്തുകയാണെങ്കിൽ അക്കാര്യം അപ്പോൾ പരിശോധിക്കും. തീർത്ഥാടന കാലത്തെ തിരക്കിന് പരിഹാരമായി നിലയ്ക്കലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തിയതായും VN വാസവൻ പറഞ്ഞു. ശബരിമലയിൽ മുൻവർഷങ്ങളിലെ തിരക്കുകൾ പരിഗണിച്ചപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വരുന്നതോടുകൂടി പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് തീർത്ഥാടകർ എത്തിച്ചേരുകയാണ്. അത് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വളർന്നു വരുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനം 80,000 നിജപ്പെടുത്തി നമ്മുടെ വെർച്വൽ ബുക്കിംഗ്. 80,000 ആകുമ്പോൾ ഒരു ദിവസം ശബരിമലയിൽ നമുക്ക് താങ്ങാവുന്നതിൻ്റെ 2 ലിമിറ്റ് വരികയാണ്. അത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ തീർത്ഥാടകരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം വരവിൻ്റെ പൊതുസ്ഥിതിയും പരിഗണിച്ചാണ് കൃത്യമായി 80,000 നിജപ്പെടുത്തിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കിയത് ഹൈക്കോടതിയാണ്. ദേവസ്വം ബോർഡിന് പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യം കോടതിയെ അറിയിക്കുമെന്നും VN വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയും തുടർന്നുള്ള വിദ്യാകിരണം പദ്ധതിയിലൂടെയും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് മാതൃകയായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലാകെ 973 സ്കൂൾ കെട്ടിടങ്ങളാണ് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്നത്. 2500 കോടിയോളം രൂപയാണ് അതിനായി ചെലവഴിക്കുന്നത്. കേരളത്തിലെമ്പാടുമുള്ള പൊതുവിദ്യാലയങ്ങളിൽ ഇതുവഴി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ദൃശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളുടെ ശേഷികൾ വികസിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് 30 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, 12 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം, ഇത് സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഇന്ന് നടക്കുകയാണ്. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബിയിൽ നിന്നും 1,28,00,000 രൂപയും MLA ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായി. സ്കൂൾ തല പരിപാടി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. ശിലാഫലക അനാച്ഛാദനവും നടത്തി. ഈരാറ്റുപേട്ട നഗരത്തിനും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ഇന്നൊരു സുദിനമാണ്. കാരണം വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന നേട്ടത്തെ അതേപടിയും അതിലൊരുപടി മുന്നിലായും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിയോജക മണ്ഡലം എന്നുള്ള നിലയിലുള്ള പൂഞ്ഞാറിന്റെ പ്രവർത്തനം ഒരു മികവിന്റെ ഒരു പടിയുടെ തലത്തിലേക്ക് കൂടി ഉയർന്നിരിക്കുകയാണ്. കുറ്റിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു പുതിയ ബഹുനില മന്ദിരം 1,30,00,000-ലധികം രൂപ വിനിയോഗിക്കപ്പെട്ട് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടതോടുകൂടി ഈരാറ്റുപേട്ട നഗരസഭാ അധ്യക്ഷ സുഹറ അബ്ദുൽ ഖാദർ അധ്യക്ഷയായി. നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇല്യാസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുഹാന ജിയാസ്, ഫാസില അഫ്സർ, ഫസൽ റഷീദ്, ഷഫ്ന അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.
മകളുടെ വിവാഹ ദിവസം വാഹനാപകടത്തിൽ മരിച്ച അധ്യാപികയ്ക്ക് കണ്ണീരോടെ വിട. ഞായറാഴ്ച വൈകുന്നേരം വാഴൂർ ഇളമ്പള്ളി കവലയിൽ ഉണ്ടായ വാഹനാപകടത്തിലാണ് പാണപിലാവ് ഗവൺമെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപിക ഷീന ഷംസുദ്ദീൻ മരണമടഞ്ഞത്. തിങ്കളാഴ്ച വൈകിട്ട് എരുമേലി മഹല്ല മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ മൃതദേഹം കബറടക്കി. വാഴൂർ 17-ാം മൈൽ ഇളമ്പള്ളി കവല വളവിൽ ഞായറാഴ്ച വൈകുന്നേരമുണ്ടായ വാഹനാപകടത്തിൽ അധ്യാപിക മരണമടഞ്ഞു. പാണപിലാവ് ഗവൺമെന്റ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീന ഷംസുദ്ദീനാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇളമ്പള്ളി കവല വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഹൈവേയിൽ നിന്നും 30 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഷീനയുടെ മകളുടെ വിവാഹമായിരുന്നു ഞായറാഴ്ച. വൈകിട്ട് വരന്റെ കോട്ടയം കുടയമ്പടിയിലെ വീട്ടിൽ നടന്ന റിസപ്ഷനിൽ പങ്കെടുത്ത ശേഷം തിരികെ വരുമ്പോഴാണ് അപകടമുണ്ടായത്. ഷീനയുടെ ഭർത്താവ് ഷംസുദ്ദീനും മകൻ നബിൽ മുഹമ്മദ് ഷായും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എരുമേലി പുത്തൻപുരക്കൽ കുടുംബാംഗമാണ് പരേത. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂർ ചെങ്കൽപ്പള്ളിക്ക് സമീപം KK റോഡിന് കുറുകെ മരം വീണത് ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. KSEB ജീവനക്കാർ എത്തി ശേഖരങ്ങൾ വെട്ടിമാറ്റി. ഫയർഫോഴ്സ് സംഘം മരം മുറിച്ചുമാറ്റി. നൂറുകണക്കിന് വാഹനങ്ങളാണ് റോഡിൽ കുടുങ്ങിയത്. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായ രുക്മിണി സ്വയംവരം ചൊവ്വാഴ്ച നടക്കും. പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം പുരോഗമിക്കുന്നത്. രോഗദുരിതങ്ങളിൽ നിന്നും അപമൃത്യുവിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം സാധ്യമാക്കുന്നതിനും അത്യന്തം ഫലപ്രദമാണ് ഭാഗവത ശ്രവണം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 4-ാം ദിവസം പിന്നിടുന്നു. യജ്ഞത്തിന്റെ 4-ാം ദിവസമായ തിങ്കളാഴ്ച ഗജേന്ദ്രമോക്ഷം, പാലാഴിമദനം, കൂർമാവതാരം, ശ്രീകൃഷ്ണാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. ചൊവ്വാഴ്ചയാണ് ശ്രേഷ്ഠമായ രുക്മിണി സ്വയംവരം പാരായണം ചെയ്യുന്നത്. വ്യാഴാഴ്ച യജ്ഞത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി വെള്ളൂരിൽ പരിശുദ്ധ എൽദോ മോർ ബെസേലിയോസ് ബാവയുടെ പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ, വെള്ളൂർക്കരയിലെ ഇടവകാംഗങ്ങളുടെയും മണർകാട് പള്ളിയിലെ വെള്ളൂർക്കരയിൽ പ്രവർത്തിക്കുന്ന ഭക്തസംഘടനകളുടെയും സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയുടെയും വെള്ളൂരിലെ നാനാജാതി മതസ്ഥരുടെയും സംയുക്താഭിമുഖ്യത്തിൽ വെള്ളൂർ ഗ്രാമറ്റം അമ്മവീട് ചാപ്പലിൽ നടത്തുന്ന പരിശുദ്ധ എൽദോ മോർ ബെസേലിയോസ് ബാവയുടെ 339ാമത് ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. വെള്ളൂർ പോത്തമല ശോശാമ തോമസിന്റെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച കൊടിമര ഘോഷയാത്ര വെള്ളൂർ പള്ളിയുടെ അണ്ണാടിവയൽ മോർ ഏലിയാസ് തൃതീയൻ ബാവയുടെ നാമത്തിലുള്ള കുരിശിൻതൊട്ടിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് അണ്ണാടിവയൽ കുരിശിൻതൊട്ടി മണർകാട് പള്ളി സഹവികാരി ഫാദർ MI തോമസ് മറ്റത്തിൽ കൊടിയേറ്റ് നിർവഹിച്ചു. കൊടിമര ഘോഷയാത്രയ്ക്കും കൊടിയേറ്റിനും സെന്റ് തോമസ് യാക്കോബായ പള്ളി സഹവികാരി ഫാദർ ജോസി എബ്രഹാം അട്ടച്ചിറ, പെരുന്നാൾ കമ്മിറ്റി ഭാരവാഹികളായ വിജയൻ നായർ പുത്തൻപുരയ്ക്കൽ, ബിജു പഴുപ്പറമ്പിൽ, കുരുവിള വർക്കി ഇലവുങ്കൽ, ശശി പുളിക്കൽ, നെബു ഒറ്റപ്ലാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 12-ാം തീയതി വൈകുന്നേരം 5:30 വെള്ളൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ധ്യാനത്തിനും സന്ധ്യാപ്രാർത്ഥനയ്ക്കും ശേഷം പള്ളിയിൽ നിന്ന് മണർകാട് പള്ളി സഹവികാരി ഫാദർ തോമസ് മറ്റത്തിൽ, ഫാദർ തോമസ് പള്ളിയപ്പറമ്പിൽ, ഫാദർ ജോസി എബ്രഹാം അട്ടിച്ചിറ എന്നിവരുടെ കാർമ്മികത്വത്തിൽ പെരുന്നാൾ റാസ ആരംഭിക്കും. പ്രധാന പെരുന്നാൾ ദിവസമായ 13-ാം തീയതി ഞായറാഴ്ച അമ്മവീട് ചാപ്പലിൽ രാവിലെ 7-ന് പ്രഭാത നമസ്കാരവും 8-ന് യാക്കോബായ സഭ കൊച്ചി ഭദ്രാസന യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ സോജൻ പട്ടശ്ശേരിന്റെ കാർമ്മികത്വത്തിൽ പെരുന്നാൾ വിശുദ്ധ കുർബാനയും നടക്കും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. മേവട ഗവൺമെന്റ് സ്കൂൾ ശതാബ്ദി അധ്യാപക സംഗമം നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. കുഴുവനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു അധ്യക്ഷയായി. ഈ സ്കൂളിൽ അധ്യാപകരായിട്ടുള്ളവരും ഇവിടെ പഠിച്ച് വിവിധ സ്കൂളുകളിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നവരും വിരമിച്ച അധ്യാപകരും സംഗമത്തിൽ ഒത്തുചേർന്നു. യഥാർത്ഥത്തിൽ ഈ സ്കൂളിന്റെ ഈ ജൂബിലിയുടെ ഭാഗമായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും സംഘാടകരെ അനുമോദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഈ അധ്യാപകരെല്ലാം ഓരോ കാലഘട്ടത്തിലെ ഈ വിദ്യാലയത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ അവരുടേതായ വലിയ പങ്ക് നിർവഹിക്കുകയാണ്. അവരുടെ ഊർജവും അവരുടെ കഴിവും അവരുടെ മനസ്സുമെല്ലാം നന്നായി അർപ്പിച്ച്
ഈ വിദ്യാലയത്തെ അതിൻ്റെ 100ന്റെ നിറവിലേക്ക് എത്തിക്കാൻ ഈ അധ്യാപകരുടെ വലിയൊരു സംഭാവന തീർച്ചയായിട്ടുണ്ട്. പാലാ അൽഫോൻസ കോളേജ് ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾ ഒക്ടോബർ 9-ന് സമാപിക്കും. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമാപനം ഉദ്ഘാടനം ചെയ്യും. 60 വർഷം മുൻപ് ഒരു വനിതാ കോളേജ് എന്ന ആശയവുമായി സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് സ്ഥാപിച്ചതാണ് അൽഫോൻസ കോളേജ്. വജ്ര ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനം ഒക്ടോബർ 9-ാം തീയതി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പാലാ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ജോസ് കെ മാണി MD, ഫ്രാൻസിസ് ജോർജ് MD, മാണി സി കാപ്പൻ MLA, മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ, ജിമ്മി ജോസഫ്, കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ഷാജി ജോൺ, കോളേജ് ബർസാർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ തുടങ്ങിയവർ പ്രസംഗിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പാലാ അൽഫോൻസ കോളേജ് 60 വർഷങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ മാസം 9-ാം തീയതി രാവിലെ 9:30 മണിക്ക് അതിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പാലാ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് ബർസാർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഏഞ്ചൽ റബേക്ക സന്തോഷ്, അന്ന EA, കൃപ ജോൺസൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കുറിച്ചി ദേശീയ ഹോമിയോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുജനങ്ങളുടെ മാനസികാരോഗ്യത്തിനായി നിരവധി സംരംഭങ്ങൾ ഏറ്റെടുത്തതായി സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KC മുരളീധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ 267 ഗവേഷകർക്ക് ഗവേഷണ പരിശീലന പരിപാടി ഓൺലൈനായി നൽകി വരുന്നുണ്ട്. കോട്ടയം കുറിച്ചിയിലെ ദേശീയ ഹോമിയോപ്പതി മാനസികാരോഗ്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 100 ദിവസങ്ങൾ പിന്നിടുന്ന ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ പൊതുജനങ്ങളുടെ മാനസികാരോഗ്യത്തിനും ഹോമിയോപ്പതിയുടെ വികസനത്തിനും വേണ്ടി നിരവധി സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നു. നാഷണൽ ഹോമിയോപ്പതി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മെന്റൽ ഹെൽത്ത് ആണ് സംരംഭം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറും ഓഫീസർ ഇൻചാർജുമായ ഡോക്ടർ KC മുരളീധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവിന്റെ നിർദ്ദേശപ്രകാരം ആയുഷ് സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഹോമിയോപ്പതി വിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖേന നിരവധി പരിപാടികൾ നടപ്പിലാക്കുന്നതിനും പരിചരിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകി സാധാരണ ജനങ്ങളിൽ ഹോമിയോപ്പതി മെഡിക്കൽ സമ്പ്രദായത്തെ മുഖ്യധാരയിലെത്തിക്കുന്നതിൽ പ്രവർത്തനങ്ങൾക്കു സ്ഥാപനം മുൻകൈയെടുത്തു നൽകിയെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. നമുക്ക് വേണ്ട ഒരു ക്ലിനിക്കൽ എവിഡൻസ്, അതായത് റിസർച്ച് എവിഡൻസ് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അത് വന്നാൽ മാത്രമേ നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക്, അപ്പോൾ ഹോമിയോപ്പതി ഒരു കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡെഫിഷ്യൻ്റ് ഏരിയകൾ, നമ്മുടെ ഗ്രേ ഏരിയകൾ കുറേയുണ്ട്. ആ ഗ്രേ ഏരിയകളെല്ലാം ഫില്ല് ചെയ്യുന്നതിനുള്ള റിസർച്ചുകൾ നടത്തി അത് ഫില്ല് ചെയ്യാനുള്ള നടപടികൾ, അതിലൊന്നാണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിസർച്ച് വർക്ക്. SC/SB പദ്ധതി, രാഷ്ട്രീയ പോഷൻ, സ്വച്ഛതാ ക്യാമ്പയിൻ, പെരിഫറൽ ക്യാമ്പുകൾ, ഗവേഷണ പരിപാടികൾ, രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റികൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർക്കായി പരിശീലന പരിപാടി നടത്തി. സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതിയുടെ ധനസഹായത്തോടെ കോക്രൈൻ എന്ന ഓർഗനൈസേഷനുമായി സഹകരിച്ച് രാജ്യത്തെ 267ഓളം ഗവേഷകർക്ക് ഗവേഷണ പരിശീലന പരിപാടി ഓൺലൈനായി നൽകി വരുന്നുണ്ട്. ഡോക്ടർ R ഭുവനേശ്വരി, MP ഉത്തമൻ നായർ തുടങ്ങിയവർ പദ്ധതി പ്രവർത്തനങ്ങൾ വിവരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാറമടയിൽ നിന്നുള്ള രാസവസ്തുക്കൾ കലർന്ന വെള്ളം രാത്രിയുടെ മറവിൽ മീനച്ചിലാറ്റിലേക്ക് തുറന്നുവിട്ടു. മൂന്നിലവ് മരുതുംപാറയിൽ നിന്നാണ് പാറപ്പൊടി കലർന്ന വെള്ളം പമ്പ് ചെയ്ത് മീനച്ചിലാറ്റിലേക്ക് ഒഴുക്കിയത്. വെള്ളത്തിന്റെ നിറവ്യത്യാസം കണ്ട് രാത്രിയിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ അതിക്രമം കണ്ടെത്തിയത്. പെരുമ്പാവൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിൽ മരുതുംപാറയിൽ പ്രവർത്തനം നിലച്ചുകിടക്കുന്ന പാറമട വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് മീനച്ചിലാറിനെ ആശ്രയിക്കുന്ന നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കിടക്കുന്ന നടപടി ഉണ്ടായത്.
കഴിഞ്ഞ ദിവസങ്ങളിലും വെള്ളം പാൽ നിറത്തി ഒഴുകിയത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സ്വകാര്യ റബ്ബർ ഫാക്ടറിയിൽ നിന്നാണെന്നാണ് ആക്ഷേപമുയർന്നത്. ഇത് തെറ്റാണെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ഫാക്ടറി ഉടമ തന്നെ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ സംഭവത്തിന് പിന്നിലെ ആളുകളെ കണ്ടെത്തിയത്. വെള്ളം കലങ്ങിയതിനെ തുടർന്ന് ഞായറാഴ്ച രാത്രി 11:30യോടെ പ്രദേശവാസികൾ വെള്ളത്തിന്റെ വരവ് പിന്തുടർന്നെത്തിയാണ് മലിനജലം ഒഴുക്കുന്നത് കണ്ടെത്തിയത്. ഒന്നിലധികം മോട്ടോറുകൾ ഉപയോഗിച്ച് മരുതുംപാറയിലെ പാറമടയിലെ വലിയ കുഴിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുകയായിരുന്നു. ഇത് ഒഴുകി കൈത്തോട്ടിലേക്കും പിന്നീട് മീനച്ചിലാറ്റിലുമാണ് എത്തുന്നത്. ജലനിധി പദ്ധതികളുള്ള മറ്റു കുടിവെള്ള പദ്ധതികളും അടക്കം സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറിന്റെ കൈവഴിയാണ് മലിനമായത്. 2 ആഴ്ച മുമ്പും സമാനമായ രീതിയിൽ വെള്ളത്തിലേക്ക് പാറപ്പൊടിയും വെടിമരുന്നും മറ്റും കലർന്ന വെള്ളം ഒഴുക്കിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. വിഷയം പരിശോധിക്കുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ഇടക്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LP വിഭാഗം പാർട്ട് ടൈം ജൂനിയർ അധ്യാപക ഒഴിവുണ്ട്. BA അറബിക് അല്ലെങ്കിൽ അഫ്സൽ ഉലമ, കേടെക് എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ 8-ാം തീയതി രാവിലെ 10-ന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. പൊൻകുന്നം ജനകീയ വായനശാലയിലെ ഗുരുജനവേദി ഒക്ടോബർ 13 ഞായറാഴ്ച കാലത്ത് 8:30 മുതൽ വിദ്യാരംഭം നടത്തുന്നു. സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി, സൈക്കാട്രി, ന്യൂറോ സയൻസ് ഇവയിൽ ഏതെങ്കിലുമുള്ള മാസ്റ്റർ ബിരുദം, 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 25-നും 45 വയസ്സിനും ഇടയിൽ. അപേക്ഷകൾ 10-ന് വൈകിട്ട് 5 വരെ കോട്ടയം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസിൽ നൽകാം. ഫോൺ 048123000955. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിൽ ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ. മകളുടെ വിവാഹ ദിവസം വാഴൂർ ഇളമ്പള്ളി കവലയിൽ വാഹനാപകടത്തിൽ മരിച്ച അധ്യാപികയ്ക്ക് കണ്ണീരോടെ വിട. മൃതദേഹം കബറടക്കി. മരിച്ചത് പാണപിലാവ് സ്കൂളിലെ പ്രധാന അധ്യാപിക ഷീനാസ് ഷംസുദ്ദീൻ. ഭക്തിയിൽ നിറഞ്ഞ പൊൻകുന്നം പട്ടണം. പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ശ്രവിച്ച് ഭക്തർ. ശ്രേഷ്ഠമായ രുക്മിണി സ്വയംവരം ചൊവ്വാഴ്ച. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.